ഈ ഭരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒട്ടും വേണ്ട. എങ്ങനെയെങ്കിലും ആ ഇരിക്കണ കസേരയിൽ നിന്ന് ഒന്ന് മാറി തങ്ങുന്നെങ്കിൽ നന്നായെന്ന് പറഞ്ഞാണ്ടിരിക്കണം. എന്തുപയോഗമാണുള്ളത്? പൊങ്കാല ചൂടിനൊപ്പം ജനങ്ങളുടെ ചൂടുള്ള രാഷ്ട്രീയ ചിന്തകളും അറിയാം. നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവരെന്താണ് പറയുന്നത് എന്ന് അറിയാം. പിണറായി സർക്കാർ വീണ്ടും വരുമോ? ഇല്ല, പിണറായി മുഖ്യമന്ത്രിയാകുമോ? ആവത്തില്ല. ഇനി ഈ ഭരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒട്ടും വേണ്ട. എങ്ങനെയെങ്കിലും ആ ഇരിക്കണ കസേരയിൽ നിന്ന് ഒന്ന് മാറി തങ്ങുന്നെങ്കിൽ നന്നായെന്ന് പറഞ്ഞാണ്ടിരിക്കണം. എന്തുപയോഗമാണുള്ളത്? എല്ലാവരും വോട്ട് ചോദിച്ചു വരുമ്പോഴും പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിനായിട്ട് പോകുമ്പോഴും നിൽക്കണത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് വീട്ടിൽ കയറി വന്ന് തൊഴുതാണ് ഓട്ടിട്ടിട്ട് പോണേന്ന് പറയുന്നത്. തിരിച്ച് അവരുടെ ഓഫീസിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ എടുത്ത് വെയിറ്റ് ചെയ്ത് 3-4 ദിവസം കയറി ഇറങ്ങിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോലും അത് രണ്ടായിട്ട് കീറിക്കളയും. പിന്നെ എന്തിനാണ്? 10 years ആയിട്ട് ഈ പാർട്ടി ഭരിക്കല്ലേ. ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ജോലിയില്ലാതെ നിൽപ്പുണ്ട്. മനസ്സിലായോ? പഠിച്ചിറങ്ങി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, പിന്നെ PSC എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർക്കും പോലും ജോലി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ നമ്മളെ യങ്സ്റ്റേഴ്സ് വളർന്നാലല്ലേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ആണെങ്കിലും ശരിയല്ല, നമ്മുടെ നാടിനാണെങ്കിലും എല്ലാത്തിനും വികസനവും കാര്യങ്ങളും എല്ലാം വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം പാർട്ടി ജയിക്കുമെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈവൻ ഞാനാണെങ്കിലും ഉൾപ്പെടെ ഞാൻ സിവിൽ പാസ്സായതാണ്. IT ഡ്രാഫ്റ്റ്മാൻ സിവിൽ കഴിഞ്ഞാണ്. നമുക്കൊരു എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചാൻസസും കാര്യങ്ങളും, ഇതൊന്നും ഈ പാർട്ടിയൊക്കെ നിന്നിട്ട് നമ്മളെ അടുത്ത് വന്നിട്ട് ഓരോരുത്തരും വോട്ട് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ തരും. ലാസ്റ്റ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇവരെ നമ്മളെ പോയി ക്യൂ നിന്ന് എല്ലാം കാണേണ്ടിയും വരും. നമുക്കൊരു ബെനിഫിറ്റ്സ് കിട്ടും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മാറ്റം വരും. ചേട്ടാ, പിണറായി സർക്കാർ വീണ്ടും വരണം. ഒരു സാധ്യതയില്ല. ആരായിരിക്കും ഭരണത്തിൽ? ഇവിടെ UDF അധികാരത്തിൽ വരും. 90% അവർക്ക് ചാൻസുള്ളൂ. VD സതീശനായിരിക്കും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അല്ല, അതൊന്നും അറിയാൻ പറ്റില്ല. അത് നമ്മൾ കേന്ദ്രം തീരുമാനിക്കും ആര് മുഖ്യമന്ത്രി ആക്കണോ. രാഹുൽ ഗാന്ധി തീരുമാനിക്കും. പിണറായി സർക്കാർ വീണ്ടും വരും. വരില്ല. VD സതീശൻ മുഖ്യമന്ത്രിയാകും. VD സതീശൻ മുഖ്യമന്ത്രിയാകും. ഭൂരിപക്ഷം ലഭിക്കല്ലേ? പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകും. പിണറായി ആവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറണം. ഇപ്പൊ നമ്മളൊരു ഫോണിന്റെ കേസ് എടുത്ത് നോക്കിയാലും നമ്മള് 1900 സംതിങ്ങിൽ എടുത്തു പോകുമ്പോൾ നമ്മുടെ ടച്ച് ഫോൺ മറ്റേ കീപാഡ് ആയിരുന്നു. ഇപ്പൊ അത് ഇന്നോവേറ്റ് ചെയ്ത് iPhone-ലോട്ടായി എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡിലോട്ടൊക്കെ മാറി. പക്ഷെ അന്നത്തെ സെയിം പഠനാതിയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ജോലിയുടെ ഒക്കെ അഫക്ട് ചെയ്യണത്. വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണമെന്നാണ് പറയുന്നത്. യുവതലമുറ തൊഴിലില്ലാതെ വലയുന്നു. ഇനിയൊരു ഭരണമാറ്റം അനിവാര്യം. ക്യാമറാമാൻ അഖിൽ ദേവിനൊപ്പം അലീന SV.